കൊടുക്കുന്ന പ്രൊഡക്റ്റ് ബേസ് ആയിട്ടുള്ള പല കമ്പനികളും ഇന്ന് പാനിക്കാണ്. അവർ പാനിക് ആയിക്കൊണ്ട് തന്നെ പല ടെക്സ്റ്റ് മെസ്സേജുകൾ അടക്കം ഇന്നിപ്പം പടച്ചുയർത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം വേറെ സ്ഥലത്ത് ഒരു BOPക്ക് പങ്കെടുത്തപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് ഒരു ടെക്സ്റ്റ് മെസ്സേജ്. ആ ടെക്സ്റ്റ് മെസ്സേജിനകത്ത് പറയുകയാണ് മോറിസ് കോയിൻ പോലെ അടുത്തൊരു തട്ടിപ്പ്. ഞാൻ ചോദിക്കുന്നത് മോറിസ് കോയിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാറുള്ളതാണ്. മോറിസ് കോയിൻ പോലെ പല തട്ടിപ്പുകളും മാർക്കറ്റിൽ വന്നതുകൊണ്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്ന ആളുകളോടാണ് പറയുന്നത് മോറിസ് കോയിൻ പോലുള്ള ഒരു തട്ടിപ്പ്. മോറിസ് കോയിൻ പക്ക ഒരു ഫേക്ക് കറൻസിയുടെ പേര് പറഞ്ഞ് ഒരുപാട് ആളുകളെ കാശ് പറ്റിച്ചു എന്നുള്ളത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കോയിൻ ഫോർ ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊരു മോറിസ് കോയിനെ കുറിച്ച് മാത്രമാണ് അറിയെങ്കിൽ പല ക്രിപ്റ്റോന്റെ മറവിലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ പല തട്ടിപ്പുകൾ നടന്നു വെച്ചിട്ട് എല്ലാ ക്രിപ്റ്റോ കറൻസിയും തട്ടിപ്പല്ല. ഇനി കോയിൻ ഫോർജിന്റെ പേരിൽ വ്യക്തിപരമായിട്ട് ആരെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ കോയിൻ ഫോർജ് മോശക്കാരാവും, അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് മോശമാകും. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രൊജക്ടിന്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ, പ്രൊജക്ടിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് തോരാതെ എല്ലാവരും പറയുന്ന ഒരൊറ്റ കറൻസിയാണ് BTC. പക്ഷേ ഈ BTCയെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം 2010-ലും 2011-ലും 2012-ലൊക്കെ ചെറിയ പൈസക്ക് അത് നമുക്ക് വാങ്ങാമായിരുന്നു എന്ന്. പക്ഷെ എന്തുകൊണ്ട് അത് വാങ്ങിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് എല്ലാവരും പറയുക, അത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ പച്ച കളവാണ് എന്ന് നമുക്കത് ഓപ്പണായിട്ട് പറയാൻ കഴിയും. ഒരു കാരണവശാലും അറിയാത്തതിന്റെ പേരിലല്ല, ട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത്, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്.